ഇന്ത്യൻ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു മുൻ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണി. ഈ തുടക്കം ഗംഭീരമായ തുടക്കമാണ് സൈന്യം നടത്തിയിരിക്കുന്നത്. ഇത് തുടരണം. അതിർത്തിക്കപ്പുറത്തേക്ക് ഇനിയും ആക്രമണങ്ങൾ നടത്തി എല്ലാ ഭീകര കേന്ദ്രങ്ങളും തകർക്കണം. ഇത് സൈന്യത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിനാൽ സൈന്യം തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇതൊരു തുടക്കം മാത്രമാണ്. സൈന്യം നടത്തിയ ഈ ആക്രമണം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ടൂറിസവും വ്യവസായവും കശ്മീരിൽ തകർത്ത ഭീകരന്മാർക്കും പാകിസ്ഥാനും ഉചിതമായിട്ടുള്ള നടപടിയാണ്. തുടക്കം ഗംഭീരമായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും മുൻ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണി അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ആന്റണി കേന്ദ്ര സർക്കാരിനെ പേരെടുത്ത് അഭിനന്ദനം അറിയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാകട്ടെ സൈന്യത്തിന് പിന്തുണയും അഭിമാനവും അർപ്പിച്ചു. രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിന് പിന്തുണയോ മറ്റോ നൽകിയില്ല എന്നത് ശ്രദ്ധേയമാണ്. രാഹുലിന്റെ വാക്കുകളിൽ കേന്ദ്ര സർക്കാർ സംബന്ധിച്ച് പരാമർശം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻ പ്രതിരോധ മന്ത്രി സൈന്യത്തെയും ഓപ്പറേഷനെയും നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന് പിന്തുണ അർപ്പിച്ചിരിക്കുന്നത്. ഇത് അവസാനമല്ല, ഒരു തുടക്കം മാത്രമായിരിക്കും എന്ന് അറിയാം. സൈന്യത്തിന്റെ നീക്കങ്ങൾ അറിയാവുന്ന തനിക്ക് ഇത് പറയാൻ സാധിക്കും. ഇത് തുടക്കം മാത്രമാണ്. ഇനി നിരവധി നീക്കങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനിലേക്ക് വരാനിരിക്കുന്നു. അതുണ്ടാകണം. ഈ അവസരത്തിൽ വിവാദങ്ങളിലേക്ക് രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും പോകരുത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരുമിച്ച് നിന്ന് ഈ നീക്കങ്ങൾക്ക് സൈന്യത്തിന് പിന്തുണ കൊടുക്കണമെന്നും എ.കെ. ആന്റണി. ലോകരാജ്യങ്ങൾ ഇത്രമാത്രം ഇന്ത്യയെ പിന്തുണച്ച ഒരു കാലഘട്ടവും ഓപ്പറേഷനും ഉണ്ടായിട്ടില്ല. ലോകത്തെ നല്ല മനുഷ്യരും രാജ്യങ്ങളും മുഴുവൻ ഇന്ത്യക്കൊപ്പമുണ്ട് എന്നും എ.കെ. ആന്റണി പറഞ്ഞു. ഇത് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്, പ്രസ്ഥാനത്തിനോ രാജ്യത്തിനോ എതിരായല്ല. ഇത് പാകിസ്ഥാന് എതിരായിട്ടുള്ള നീക്കമല്ല, മറിച്ച് ഇത് ഭീകരവാദത്തിന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കമാണ്. ഇന്ത്യക്ക് ഇത്രമാത്രം പിന്തുണ ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു കാലഘട്ടവും സമയവും ഉണ്ടായിട്ടില്ല. ഇന്ത്യ നടത്തിയ ഓപ്പറേഷന് ലോകം മുഴുവനും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്കാർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. രാജ്യം ഒന്നിച്ചു നിന്ന് ഈ സൈന്യത്തിന് എല്ലാ പിന്തുണയും കൊടുക്കണം. സൈന്യത്തിന്റെ അടുത്ത നീക്കവും സമയവും തീയതിയും സൈന്യം തന്നെ കുറിക്കുമെന്നും അത് സൈന്യത്തിന് തിരഞ്ഞെടുക്കാമെന്നും മുൻ കേന്ദ്രമന്ത്രി എ.കെ. ആന്റണി പ്രതികരിച്ചു. ഇതിനുള്ള എല്ലാ അധികാരവും കേന്ദ്ര സർക്കാർ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകര സംഘടനകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ശക്തമായ സന്ദേശം നൽകി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ബുധനാഴ്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന വ്യോമാക്രമണം നടത്തി. നിരോധിത ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ 9 ഒളിത്താവളങ്ങളിലാണ് ഇന്ത്യൻ വ്യോമസേന രാത്രിയിൽ റെയ്ഡ് നടത്തിയത്. ആക്രമണങ്ങളെ തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോകം ഭീകരതയോട് സഹിഷ്ണുത കാണിക്കരുത് എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിക്ക് ശേഷമായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. അതേസമയം തീവ്രവാദ കേന്ദ്രങ്ങൾ എന്ന് കരുതുന്ന ബഹാവൽപൂരിലെ മർക്കസ് സുബ്ഹാൻ അല്ലാഹ്, തെഹ്റക്കലാനിലെ സർജൽ, കോട്ലിയിലെ മർക്കസ് അബ്ബാസ്, മുസ്ഫറാബാദിലെ സൈദന ബിലാൽ ക്യാമ്പ് എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഇവയെല്ലാം ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.